ഇതുണ്ടല്ലോ, ഇതൊരു മത്തിക്കറിയാണ് കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുമായിരുന്നു ഈ കറി. മത്തി വറുത്തിട്ടാണ് കേട്ടോ ഇത് കറി വയ്ക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ വാങ്ങിയപ്പോൾ കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് അത് ഇങ്ങനെയാണ് കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം മത്തി നമ്മൾ സാധാരണ മസാലയൊക്കെ ചേർത്ത് വറുത്തെടുത്ത് വെക്കുക. പിന്നെ അത് നല്ലൊരു മൺചട്ടി വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ ചുവന്നുള്ളി അല്ല സവോളയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്കൊരു മീഡിയം സൈസ് തക്കാളി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ തക്കാളിയിൽ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ ഉടഞ്ഞങ്ങ് വരട്ടെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചൂടുവെള്ളം, ഇച്ചിരിക്കോളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്രേവി പോലെ നല്ലപോലെ ഒന്ന് കുതിർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്തേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങളിനകത്തേക്ക് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തുറന്നിട്ട് നമ്മുടെ ഒന്നാം പാലില്ലേ, നല്ല കട്ടി തേങ്ങാപ്പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് കുറച്ച് കറിവേപ്പിലേക്ക് വെച്ച് അലങ്കോലപ്പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് ചൊറുക്കയും കൂടി ഒഴിക്കണം. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി അങ്ങ് എടുത്ത് വയ്ക്കണം. നല്ല അടിപൊളി മത്തി വറുത്ത് വെച്ച കറി റെഡിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.